സ്വന്തം മാതൃഭാഷയെ മഹത്വപ്പെടുത്തുവാനുള്ള ശ്രമത്തിൽ നടൻ കമൽഹാസൻ കന്നഡയെ അനാദരിച്ചുവെന്ന് കർണാടക ബിജെപി പ്രസിഡന്റ് ബി.വൈ. വിജയേന്ദ്ര. കന്നഡിഗരോട് താരം ഉടൻ നിരുപാധികം മാപ്പ് പറയണമെന്നും ബിജെപി നേതാവ് ആവശ്യപ്പെട്ടു. തമിഴ് ചിത്രം തക് ലൈഫിന്റെ റിലീസിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ നടൻ കമൽഹാസൻ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. കന്നഡ ഭാഷ തമിഴിൽ നിന്നാണ് ജനിച്ചതെന്ന കമലിന്റെ "എന്റെ ജീവിതവും എന്റെ കുടുംബവും തമിഴ് ഭാഷയാണ്" എന്നർത്ഥം വരുന്ന ഉയിരേ ഉറവേ തമിഴേ എന്ന വാചകത്തോടെയാണ് പരിപാടിയിൽ കമൽഹാസൻ തന്റെ പ്രസംഗം ആരംഭിച്ചത്. തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്ത കന്നഡ നടൻ ശിവരാജ് കുമാറിനെ പരാമർശിച്ചുകൊണ്ട് "ഇത് ആ സ്ഥലത്തെ എന്റെ കുടുംബമാണ്, അതുകൊണ്ടാണ് ശിവരാജ് കുമാർ ഇവിടെ വന്നത്, അതുകൊണ്ടാണ് ജീവിതം, ബന്ധം, തമിഴ് എന്നിവ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം ആരംഭിച്ചത്. കന്നഡ തമിഴിൽ നിന്നാണ് ജനിച്ചത്, അതിനാൽ നിങ്ങളും അതിൽ ഉൾപ്പെടുന്നു" എന്നാണ് കമൽഹാസൻ പറഞ്ഞത്. ഇതിനെതിരെ കർണാടകയിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ഒരാൾ സ്വന്തം മാതൃഭാഷയെ സ്നേഹിക്കണം, പക്ഷേ അതിന്റെ പേരിൽ അനാദരവ് കാണിക്കുന്നത് സംസ്കാരമില്ലാത്ത പെരുമാറ്റമാണ്. പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് എല്ലാ ഭാഷകളെയും ബഹുമാനിക്കുന്ന സംസ്കാരം ഉണ്ടായിരിക്കണം. കന്നഡ ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടനായ കമൽഹാസൻ തമിഴ് ഭാഷയെ മഹത്വവൽക്കരിക്കാനായി നടൻ ശിവരാജ് കുമാറിനെ ഉൾപ്പെടുത്തി കന്നഡയെ അപമാനിച്ചത് അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഉദാഹരണമാണെന്ന് ബി.വൈ. വിജയേന്ദ്ര പറഞ്ഞു. കന്നഡയിലുടനീളം കമൽഹാസന്റെ പുതിയ ചിത്രമായ തക് ലൈഫ് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം നടക്കുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.